ഹേ ഗായ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു 5 ദിവസത്തെ ട്രിപ്പ് കിട്ടി. ഇപ്പോൾ നേരെ മൂന്നാറേക്കാണ് പോകുന്നത്. ഫസ്റ്റ് കൊച്ചിയിൽ നിന്ന് ഗസ്റ്റിനെ പിക്ക് ചെയ്തിട്ട്. നല്ല മഴയുണ്ടായിരുന്നു. വണ്ടി എടുക്കാൻ പോയിട്ട് മുതലാളിയുടെ വീട്ടിൽ പോയി വണ്ടി എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മഴ നല്ല ലക്ഷണമാണെന്ന് പറയുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വണ്ടിയൊക്കെ എടുത്ത് നേരെ കൊച്ചി എയർപോർട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മെയിൻ റോഡിലോട്ട് പോന്നു. അതിനുശേഷം നമ്മൾ എപ്പോൾ പോയാലും മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നേർച്ചയിട്ടിട്ടാണ് പോകാറുള്ളത്. അങ്ങനെ നേർച്ചയിട്ട് നേരെ ഹൈവേയിലേക്ക് പോകാൻ നിന്നപ്പോഴത്തേക്കാണ് ലെവൽ ക്രോസ് അടച്ചിട്ടേക്കുന്നത്. രാവിലെ ഒരു 7:45 സമയം. അപ്പോൾ എറണാകുളത്തേക്കുള്ള പാസഞ്ചർ ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ലെവൽ ക്രോസിൽ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഹൈവേയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരെ വണ്ടിയെടുത്ത് നമ്മുടെ ഹൈവേയുടെ പണികളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇനി പുതിയ റോഡിൽ കൂടെയുള്ള യാത്രകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇത് എലിവേറ്റഡ് ഹൈവേ ആണ്. അവിടുന്ന് നേരെ എയർപോർട്ടിൻ്റെ പറ്റ വന്നു. ഗസ്റ്റിന് വേണ്ട സീറ്റ് ബോക്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി നേരെ ഗസ്റ്റിനെയും പിക്ക് ചെയ്തിട്ട് മൂന്നാറേക്ക് പോന്നു കേട്ടോ. അപ്പോൾ സമയം ഒരു 12 മണി സമയമായതുകൊണ്ട് ഗസ്റ്റ് പറഞ്ഞു ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സ്ഥിരം സ്ഥലമായ റാസയിലാണ് ഫുഡ് കൊടുക്കാനായിട്ട് കയറ്റി. അപ്പം ഞാൻ അവിടുന്ന് സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സദ്യ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ഇവിടുത്തെ നല്ല അടിപൊളി ഫുഡാണ്. അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഗസ്റ്റ് പറഞ്ഞു ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്, ഇപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. നേരെ അപ്പോൾ ഹോട്ടൽ ലീഫാണ്, ആനച്ചാലിലുള്ള ലീഫാണ്. 2 ദിവസം ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഗസ്റ്റിനെ കൊണ്ടുവന്ന് നേരെ ഹോട്ടലിലാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവർക്ക് കൾച്ചറൽ പ്രോഗ്രാമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ അതിനാണ് പോകുന്നത്. അപ്പോൾ ഞാനും കുറച്ച് സമയം കയറി നിന്ന് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല ഭംഗിയുള്ള പ്രോഗ്രാമാണ്. കഥകളിയും മോഹിനിയാട്ടവും ഭരതനാട്യവും തെയ്യവും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫ്യൂഷൻ ആണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു 10-15 മിനിറ്റ് അത് തീരാൻ ബാക്കിയുള്ളപ്പോൾ ഞാൻ കുറച്ച് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വാതിക്കലുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടതിന് ശേഷം നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.